ഓഗസ്റ്റ്, ദി മന്ത് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ട്രാക്കിലാവുന്ന മന്താണ് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊന്ന് ക്ലാസ്സിന്റെ ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഒന്ന് ബോറടിച്ച് വരുന്ന സമയത്ത് ഒരു ഓണം വെക്കേഷൻ, ഓണം സെലിബ്രേഷൻ ഒക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടുന്ന സമയമായിട്ടുണ്ട്. കളിയും ചിരിയും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിവെച്ച് നമ്മൾ പഠിക്കേണ്ടതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സിൻസ് ഓണം എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് നമ്മുടെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ ഓണം എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഇപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ നമുക്കൊരു 20 days ഒക്കെ ഇതിന് മാക്സിമം കിട്ടുള്ളൂ. അതിൽ ബാക്കിയൊക്കെ വെട്ടിച്ചുരുക്കി നമുക്കൊരു 15 ദിവസമേ ഇനി കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഓണം എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാൻ താല്പര്യമുള്ളത്? ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ. ദ ഫസ്റ്റ് വൺ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ വേണം. ഇനി നമുക്ക് ഇന്നിപ്പോ എത്രയായി? ഇന്ന് ഏകദേശം ഓഗസ്റ്റ് 10th ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, 10, 11 or 12 വാട്ട് എവർ ഇറ്റ് ഈസ്. മാക്സിമം നമുക്കിനി കിട്ടുന്നത് 15 days ആണ്. അതിന് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മടിയുള്ള ദിവസം, ജലദോഷം വന്ന ദിവസമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു 15 ദിവസമാണ് ഒരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷന് നമുക്ക് സമയമുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് വേണം ഓണം എക്സാമിന് എന്തൊക്കെ പോർഷൻസ് ആണ് ഉണ്ടാവുക, എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ. അത് കഴിഞ്ഞ അടുത്ത നിങ്ങളുടെ കൺസേൺ ചാപ്റ്റേഴ്സ് കൂടി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ഇരുന്ന് പഠിക്കുമോ? പഠിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ആവശ്യം? നിങ്ങൾക്ക് ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ചാപ്റ്റർ ആണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നതെങ്കിൽ, അത് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും, അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്യണം. അത്രയും ക്യാപ്സ്യൂളായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉഷാറാവുമായിരുന്നു അല്ലേ. അതൊക്കെ തരാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ചുമ്മാ പ്രിപ്പയർ ചെയ്താൽ മതിയോ? സോ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യോ? ചെറിയൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യോ? ജസ്റ്റ് കമൻറ്റ് യെസ് ഓർ നോ. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. ആ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഒരു ദിവസം 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്താൽ മതി. വെറും 1 മണിക്കൂർ. ആ 1 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കരുത്. നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നറിയോ? 20 മിനിറ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. രാവിലെ എണീച്ചിട്ട് 20 മിനിറ്റ് പ്രിപ്പയർ ചെയ്തോ. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന് 20 മിനിറ്റ് പ്രിപ്പയർ ചെയ്തോ. ഫുഡ് കഴിച്ചിട്ടോ, ഫുഡ് കഴിക്കുന്നതിന് മുന്നെയോ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് പ്രിപ്പയർ ചെയ്തോ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ബ്രേക്ക്, 20 മിനിറ്റ് മതി. ഈ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആലോചിച്ച് നോക്ക്. 15 ദിവസത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന, നിങ്ങൾക്ക് എക്സാമുള്ള 6 സബ്ജക്റ്റുകൾ നിങ്ങൾ വെറും 1 മണിക്കൂർ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വൈകിട്ട് 7 മണി തൊട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. 7 മണി തൊട്ട് കൃത്യം 8 മണി വരെ മാത്രം. 4 മണിക്കൂറും 5 മണിക്കൂറും ലൈവുകളുടെ കാലമൊന്നും ഇനി ഇല്ല. 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. അപ്പൊ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ 1 മണിക്കൂർ നിങ്ങളെ പഠിപ്പിക്കുന്നു, 1 മണിക്കൂർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് ഓണം എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഓണം എക്സാമിന്റെ മാർക്ക് ഇപ്പൊ എന്തിനാ? ഇപ്പൊ ഇത്ര നല്ല മാർക്ക് എന്തിനാ? ഫൈനൽ എക്സാമിന് പോരെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ റീതിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഓണം എക്സാമിന്റെ മാർക്കൊക്കെ ഫൈനൽ എക്സാമിന് റിഫ്ലക്റ്റ് ആവും മക്കളെ. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പൊ എന്ത് ചെയ്യാ? ആദ്യത്തെ ഫ്യൂ ചാപ്റ്റേഴ്സ് 4, 3, 5 വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കണം. അത് കേവലം മാർക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, ബേസ് സ്ട്രോങ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു മെഗാ സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. ദ ഹോൾ എഡ്യൂപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ടീം. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചില്ലേ? പോട്ടെ. പഠിച്ചില്ലെങ്കിൽ പോട്ടെ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഡേ 1 ആണ് നമ്മുടേത്. ചൊവ്വാഴ്ച നമ്മുടെ ഡേ 1 ആണ്. ആ ഡേ 1 തൊട്ട് 15 days കൊണ്ട് ഓണം എക്സാമിന്റെ പോർഷൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നു. ഞങ്ങൾ ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവണം.